ഹായ് ഗൈസ്. അപ്പം ഞാൻ അന്ന് ഹോസ്റ്റ് ചെയ്ത സൈറ്റ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഡീപ് സീക്കിനെ വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു വീഡിയോ ഉണ്ടാക്കിയില്ലേ, എന്താ പറയുക ഒരു സാധനം ചെയ്തു, എന്താ പറയുക ഒരു 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 അടിപൊളി പേഴ്സണൽ പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പോൾ ആ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചത് കിട്ടിയ ഒരു സാധനമല്ല ഞാൻ ഹോസ്റ്റ് ചെയ്തത്. ഹോസ്റ്റ് ചെയ്തതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, പ്രോജക്ട്സിൻ്റെ ഫോട്ടോസ് ആഡ് ആയിട്ടുണ്ട്, എൻ്റെ എൻ്റെ ഒരു ഫോട്ടോ അതിൽ ആഡ് ആയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സൈറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എഡിറ്റ് ചെയ്യാൻ വരുന്നതിന് ശേഷമാണ് ഞാൻ ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അതിനെന്താ ഞാൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം വളരെ സിമ്പിളായിട്ട് അത് ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ നോൺ കോഡിങ് ഒന്നും അറിയാത്ത, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത സാധനങ്ങളൊക്കെ ചെയ്ത രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാനും ഇതൊക്കെ ചെയ്യണ കുറച്ചൊരു നോളജ് വേണം. അപ്പം അതുപോലും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുള്ളതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. ഇവിടെ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇതാണ് സൈറ്റ്. ഇതായിരിക്കും ഇതിന് പ്രോജക്ട്സ് വന്നു. പിന്നെ ആ കോൺടാക്ട് ഫോം ഞാനെടുത്ത് ഒഴിവാക്കി. ഓക്കെ, ആ കോൺടാക്ട് ഫോം എടുത്ത് ഒഴിവാക്കിയതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺടാക്ട് ഫോം നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സാധനം ചെയ്യാൻ പറ്റും. ഈ ഇമെയിൽ ജേസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കോൺടാക്ട് ഫോമിൽ ഒരാൾ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മെയിലിലോട്ട് ആരെങ്കിലും നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ആരെങ്കിലും അതിൽ റെസ്പോണ്ട് ചെയ്താൽ നമ്മുടെ മെയിലിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇമെയിൽ ജേസ് വെച്ച് ചെയ്യണം. അപ്പോൾ ഇമെയിൽ ജേസിൻ്റെ API കീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അതൊരു സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഹോസ്റ്റ് ചെയ്യാതെ ഞാൻ ലോക്കൽ മെഷീൻ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയത് വർക്കായി. പക്ഷേ നമ്മൾ അത് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ വെച്ചിട്ട് അതിനെ മാസ്ക് ചെയ്ത് വെക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ എന്തോ വെബ് പാക്കറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സംഭവം ചെയ്യണം. കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കി. പിന്നെ ഞാനത് അധികം അതിൻ്റെ മുകളിൽ നിന്നില്ല. അപ്പോൾ നേരെ ഈ ഗൂഗിൾ ഫോമിലെ സാധനം ഒഴിവാക്കി. ഇപ്പം പോർട്ട്ഫോളിയോയിൽ അത് ഒഴിവാക്കി. നമ്മളെന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പറല്ല മെയിലും നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ കോൺടാക്ട് ചെയ്യാന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ്. നമുക്ക് കൂടുതൽ ഞാൻ സംസാരിച്ച് പുറകടിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. സോ ബൈ. ഹായ് ഗൈസ്. അപ്പം ഞാൻ റെപ്പോസിറ്ററി തപ്പിയിട്ട് എവിടെ തപ്പിയിട്ടും സാധനം കാണുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് ഒന്നുകൂടി എടുക്കാം. സോറി, നമ്മൾ അന്ന് ജനറേറ്റ് ചെയ്തത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. ഇത് തന്നെ. നമുക്കിത് ഹോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാമെന്നല്ല പറഞ്ഞു. ഇതാണ് നമ്മളന്ന് ജനറേറ്റ് ചെയ്തത്. ഈ ഒറ്റ സിംഗിൾ ഫയലാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫയലുകളൊക്കെ ആക്കി ചെയ്തത്. സോ ഇപ്പോൾ ഇന്ന് ഞാൻ ഇതിവിടെ തന്നെ റൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡീപ് സീക്കിൽ. ഉണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. സോ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പം വളരെ സിമ്പിളായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള കോഡിംഗ് നോളജും ഇല്ലാത്തവർക്ക് പോലും
ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ ആദ്യം VS Code എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് ഇതിലൊരു ഓപ്പൺ കൊടുക്കുക. അപ്പം നമ്മളൊരു പുതിയ ഫോൾഡർ, ഞാനിവിടെ ഡൗൺലോഡ്സിലൊരു പുതിയ ഫോൾഡർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൽ ഓക്കെ കൊടുക്കും. ഓപ്പൺ കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് index.html എന്ന് പറഞ്ഞ നെയിമിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കണ്ടില്ല ഒരു ഫയൽ, ഇത് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്, ഈ ന്യൂ ഫയൽ. അപ്പോൾ index.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കംപ്ലീറ്റ് കോഡ് ഇവിടുന്ന് കോപ്പി അടിക്കാൻ പറ്റും. ഈ കോപ്പി അടിച്ച് ഇവിടെ കൊണ്ട് സേവ് അടിക്കാം. കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്കിത് ഇതിൽ തന്നെ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കാം. ഇത് ലൈവ് സെർവർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വരുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിലും വരാൻ ചാൻസ് ചിലപ്പോൾ വരുമായിരിക്കും. നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ എടുക്കണ്ട. നമ്മൾ ഡൗൺലോഡ്സിൽ പോർട്ട്ഫോളിയോ index.html വന്നു. ഇങ്ങനെയാണുള്ളത്. ഇതിൽ ഞാൻ എങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിവിടെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ വരുത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനൊക്കെ ഞാൻ ഓരോ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ കറസ്പോണ്ടിങ് ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വരുത്തിച്ചു എന്നൊക്കെ അതുപോലെ ഈ ഫോംസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞതും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കോണ്ടാക്റ്റ് ഒഴിവാക്കിയിട്ടില്ല, ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോവാം. നമുക്ക് ഇമേജസ് ആണ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്താൽ ഇവിടെയാണ് ഇമേജ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ കീ വെക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ അബൌട്ട് ഇമേജ്, ഇവിടെ കണ്ടോ IMG_SRC എന്ന് പറഞ്ഞ പ്ലേസ് ഹോൾഡർ മാത്രമാണ് അവിടെ കാണുന്നത്. അടുത്ത് ഗൗതം കൃഷ്ണ കേട്ടോ. ഈ ALT എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ എന്താണോ എഴുതിയിട്ടുള്ളത് അത് നമ്മൾ സെർച്ച് ചെയ്യുക. ഇവിടെ പോയിട്ട് ഞാൻ എൻ്റെ പേര് അങ്ങനെ സെർച്ച് ചെയ്തപ്പം ഏതെങ്കിലും ALT വരണം. ഒന്നുകൂടി നോക്കാം എന്താണ്. ഓക്കെ, സ്പേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ വന്നു. ഇതല്ല, ഇതുമല്ല, ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോട്ടോ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡറിലോട്ട്, നമ്മുടെ ഫോൾഡറുടെ ഒരു ഫോട്ടോ ഇടാം. അപ്പോൾ ഞാൻ പിക്ചേഴ്സ് ഞാൻ ഇതിലേക്കൊരു ഫോൾഡറിൽ ഇതിലേക്കൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ പോയിട്ട് ഈ SRC എന്നുള്ള സ്ഥലത്ത് IMG അപ്പോൾ തന്നെ അവിടെ വന്നു, അത് കൊടുത്തു. ആ ഫോട്ടോയുടെ പേരവിടെ എഴുതി. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോൾ ഇവിടെ അത് വന്നു. അതുപോലെ നിങ്ങൾക്ക് ഇത് ഓരോന്നിൻ്റെയും ഈ പേര് നോക്കി സെർച്ച് ചെയ്ത് ആൾട്ടിൽ അവിടെ പോയിട്ട് ഇതുപോലെ ഫോട്ടോസ് ആഡ് ചെയ്തതിലൊക്കെ കൊടുക്കുക. പിന്നെ ഈ ഫോംസിൽ ഒഴിവാക്കണം. ഇപ്പം ഗെറ്റ് ഇൻ ടച്ച് നമ്മളിവിടെ ഉള്ളത് നോക്കാം. ഗെറ്റ് ഇൻ ടച്ച് ആണോ, ഇവിടെ ഒരു
കമൻ്റ് ഉണ്ട്. ഇങ്ങനെയാണ് HTML കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് തൊട്ട് അടുത്ത കമൻറ്റ് ഫൂട്ടറാണ്. ആ ഫൂട്ടർ വരെയുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഒന്ന് റിഫ്രഷ് എടുക്കാം, അത് പോയി. കോണ്ടാക്റ്റ്, നമുക്ക് ഈ കോണ്ടാക്റ്റ് എന്നുള്ള സെക്ഷൻ കൂടി ഒഴിവാക്കാം. അത് ഏറ്റവും മുകളിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ പോയി കോണ്ടാക്റ്റ്. ഇതൊക്കെ CSS കോഡ് സ്റ്റൈൽ ചെയ്യാനുള്ളതാണ്, ഇത്രയും സാധനങ്ങളൊക്കെ. അത് കണ്ടോ, സ്റ്റൈലിങ്സ് ആണ്. ഈ കോണ്ടാക്റ്റ് നമ്പർ നമുക്ക് ഒഴിവാക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഗെറ്റ് ഇൻ ടച്ച്, ഈ ഗെറ്റ് ഇൻ ടച്ച് എന്നുള്ള അത് ഒഴിവാക്കേണ്ടി വരും. കാരണം നമ്മളതൊന്നും ഉണ്ടോ ഒഴിവാക്കാം. So scroll, very simple, very simple. Hi, my name is, okay, about experience ഉണ്ടോ, അതൊക്കെ വർക്കിംഗ് ആണ്. പ്രോജക്ട്സ്, നൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹോസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹോസ്റ്റിംഗ് കിടക്കാൻ നമ്മൾ GitHub എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, github.com. അതിൽ ലോഗിൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ന്യൂ കൊടുക്കുക. ഇവിടെ sample.h1c വെറുതെ ഒരു പേര് കൊടുത്താണ്. ഡിസ്ക്രിപ്ഷൻ പോർട്ട്ഫോളിയോ ഞാൻ വെറുതെ ഒരു യൂസർ നെയിം പോലത്തെ ഒരു സംഭവമായിട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ sample.h1c റെപ്പോസിറ്ററി നെയിം ഒന്നും നോക്കണ്ട, ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി അടിക്കുക. ഇത്രയും ചെയ്ത് ഞാൻ ഇവിടെ ഒരു സാധനം നിങ്ങളൊന്നും ഇത്രയും ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കുക. വേറെ ഒന്നും ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഇനി നമ്മൾ നെറ്റ്ലിഫൈ എന്നുള്ളതാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെറ്റ്ലിഫൈ എന്നടിക്കുക. അപ്പോൾ ഒരു സാധനം വരും, അത് തുറന്നിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. അത് ലോഗിൻ ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ആഡ് ന്യൂ പ്രോജക്റ്റ് ഫ്രം എക്സിസ്റ്റിംഗ് ഇമ്പോർട്ട് പ്രോജക്റ്റിൻ്റെ അടിക്കുക. അതിന് മുന്നേ നമ്മൾ ഇപ്പോൾ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യണം, VS കോഡ് തുറന്നിട്ട് VS കോഡിൽ ഇങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതെടുക്കുക. അതിനുള്ള ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ അടിക്കുക. അതിലൂടെ ഞാൻ പറയുന്ന കുറച്ച് കമൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗിറ്റ് ഇനിറ്റ്, അതിൻ്റെ പിന്നെ ഗിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, ഗിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നെറ്റിൽ നോക്കി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ നോക്കുക, ഗിറ്റ് ഇനിറ്റ് അടിക്കുക. സോ ഗിറ്റ് ഇനീഷ്യലൈസ് ആയി, ഗിറ്റ് ഇനിറ്റ് അടിക്കുക. അത്രയും അത് എവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിലുണ്ട് കമാൻഡ്സ്. ഇത് ഇവിടെ തന്നെ ഒരു ഗിറ്റ് ഇനിറ്റ്, ഇത് ഓരോന്ന് ഗിറ്റ് ആഡ് റെഡ്മി ഈ ഇത് വേണമെന്നില്ല. ഗിറ്റ് കമ്മിറ്റ് ഫസ്റ്റ് കമ്മിറ്റ്, ഇത് കൊടുത്തു. അതിൻ്റെ മുന്നേ ഇതൊരു കുറേ സാധനങ്ങൾ ട്രാക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണത്. ഗിറ്റ് ആഡ് ഡോട്ട്, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ഫസ്റ്റ് കമ്മിറ്റ്. പിന്നെ നമ്മളിതിൻ്റെ ബ്രാഞ്ച് നെയിം മെയിനിലോട്ട് മാറ്റണം. ഗിറ്റ് ബ്രാഞ്ച് മെയിൻ. പിന്നെ ഇതെന്തായാലും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊടുക്കുക, പേസ്റ്റ് അടിക്കുക. അത് റിമോട്ടായി. ഇനി ഇതും കൂടി അടിച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മാജിക് ഞാൻ കാണിച്ചു തരാം. മാജിക് ഓഫ് കോഡിങ്. മാജിക് ഇപ്പം ഇത്ര ഇങ്ങനെ ചെയ്ത് നമ്മളിവിടെ നിന്ന് റിഫ്രഷ് ചെയ്ത് നോക്കേണ്ടേ. വാട്ട് ഹാപ്പൻസ്? യെസ്, നമ്മുടെ സാധനം ഇവിടെ വന്നു കഴിഞ്ഞു, നമ്മൾ ഗിറ്റ്ഹബിൽ വന്നു കഴിഞ്ഞു. അതല്ല നിങ്ങൾക്കിത് മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും മാനുവലായിട്ട് നമുക്ക് ഗിറ്റ്ഹബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിലൂടെ ആഡ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക, ഇമ്പോർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് കൊടുക്കുക.
ഗിറ്റ്ഹബ് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഗിറ്റ്ഹബ് പേജുമായിട്ട് ഓതറൈസ് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് നമ്മൾ കൊടുത്തത് എന്തായിരുന്നു, പേരെന്തായിരുന്നു കൊടുത്തത്, sample.h1c sample.h1c സെലക്ട് ചെയ്യുന്നു, ഡിപ്ലോയ് ട്യൂട്ടോറിയൽ, പ്രൊജക്റ്റ് നെയിം, പോർട്ട്ഫോളിയോ, ഇത്രയും കൊടുത്താൽ മതി. നോട്ട് അവൈലബിൾ, പോർട്ട്ഫോളിയോ ഡോട്ട് portfolio dot portfolio h1c. ഓക്കെ, പോർട്ട്ഫോളിയോ h1c ചിലത് അവൈലബിൾ ആണ്. ഡിപ്ലോയ് പോർട്ട്ഫോളിയോ h1c. ഈ h1c എന്താണെന്ന് എന്നോട് ചോദിക്കാതെ, ഞാൻ വെറുതെ മായി തോന്നിയൊരു സാധനം ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ഓറഞ്ചാണ് പ്രൊജക്റ്റ് ഡിപ്ലോയ് ഇൻ പ്രോഗ്രസ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. യെസ്, ഇവിടെ നോക്കൂ, ഇത് ഹോസ്റ്റായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ തന്നെ portfolio.ap എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് വന്നു കഴിഞ്ഞു, ഹോസ്റ്റ് ആയി കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. അത്രയൊക്കെ ഇതിനെ പറ്റിയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. And big sorry for that I'm going a little bit late for uploading this video. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇനിയും വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകളും പല കോഡിങ് സാധനങ്ങളും പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് സാധനങ്ങളും അങ്ങനെ പല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ എല്ലാവരും എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ തിങ്, നിങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും കാണുക. ആൻഡ് ലെറ്റ്സ് ബിൽഡ് എ കമ്മ്യൂണിറ്റി. പീസ് ഔട്ട്.